Hey guys, welcome back to our channel Foodartvlogs. ഇന്ന് ഉപ്പാൻ്റെ സ്പെഷ്യൽ ബീഫ് കുറുമേൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ കുക്കറിൽ തന്നെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ജാറിൽ ഒരു 8 മുതൽ 10 വരെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി, അതൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. നല്ലതൊന്ന് അടിച്ചെടുക്കാം. ഈ കുക്കറിൽ നമുക്കൊരു 2 വലിയ ഉള്ളികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/2 കിലോ ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള പച്ചമുളകിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4-5 വിസിൽ വരെ നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ബീഫിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ ജ്യൂസ് കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ സിമ്പിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തിൻ്റെ അപ്പുറം കൂട്ടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പൊറോട്ട ആയാലും നെയ്ച്ചോറായാലും എല്ലാത്തിൻ്റെ അപ്പുറം ചേരുന്ന ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് സെക്ഷനിലിടാം. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. Thank you for watching. Do share, like and subscribe. Bye bye. Love you all.